ഇന്നലെ ദുരന്തത്തിൽപ്പെട്ട് ചികിത്സയിലുള്ള ഷാനുവിൻ്റെ അമ്മ രജനി നമ്മളോടൊപ്പം ശരിയാണ്. വാസ്തവത്തിൽ എന്താണ് ഈ 4 കുട്ടികൾക്ക് സംഭവിച്ചത്? അവര് മീൻ പിടിക്കാൻ വേണ്ടി തോട്ടിൽ വലയിട്ടിട്ട് കോരി പിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ രാത്രി ഒരു 7:30 ആയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് പോകുമ്പോൾ. അങ്ങനെ പോയി ഒരു 8 മണിയോടുകൂടെ അവിടുന്ന് അടുത്തൊരു വീടുണ്ട്, ഇവർ മീൻ പിടിക്കാൻ പോയി. അപ്പോൾ അവിടുന്ന് വലിയ കരച്ചിൽ കേട്ടപ്പോൾ അവിടെ അടുത്ത വീട്ടിൽ 2-3 പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഓരോ ഓടിപ്പോയിട്ട് പിന്നെ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ അവിടെ പിന്നെ ഫീസ് ഊരാൻ പറഞ്ഞു. അവിടെ ഒരാൾ പോയിട്ട് ഫീസ് ഊരി. അതിന് ശേഷമാണ് ഇവരെ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയത്. അങ്ങനെ 2-3 ആൾ കണ്ടതുകൊണ്ട് മാത്രം. പക്ഷെ അവിടെ ഒന്നും ആൾക്കാർ താമസമുള്ള സ്ഥലമല്ല. ഇപ്പോൾ 2018 ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കൂടുതൽ ആൾക്കാരും മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5 വീട് തന്നെ അവിടെ ഉള്ളൂ. അപ്പം അത്ര ആളുള്ള സ്ഥലമല്ല, ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണ്. ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെ തോട്ടുംകരയിലൂടെയാണ് ഒരു കമ്പി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ കമ്പിയിൽ അറിയാതെ കുട്ടികൾ ചവിട്ടി പോയതാണ്. അപ്പോൾ ഒരാൾ വീണ് കഴിഞ്ഞപ്പോൾ മറ്റൊരു 2 ആളും പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നതാണ്. അപ്പോൾ 3 പേരും ആ തോട്ടിലെ വെള്ളത്തിൽ വീണു. ഒപ്പമുള്ളവർ എങ്ങനെയൊക്കെ കര കയറ്റിയിട്ട് മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഷാനുവിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? 2 കാലിനും നന്നായിട്ട് മുറിവുണ്ട്, സ്റ്റിച്ച് ഒക്കെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പനി ഉണ്ടായിരുന്നു. എന്നാലും മെന്റലി ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഐസിയുലാണ്. മോൻ എന്താ പറയുന്നത് ഇതില്? നല്ല പേടിയുണ്ട്. പിന്നെ അനിയൻ ഇങ്ങനെ സംഭവിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും വീട്ടിലുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. ഇനി നാളെ പോവാന്നുള്ളൊരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത്. അറിഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. ഒരേട്ടൻ്റെ അനിയന്മാർ മക്കളാണ്. 4 പേരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പന്നിക്കണികൾ അവിടെ സ്ഥിരമാണോ? സ്ഥിരമാണോ എന്ന് ചോദിച്ചാൽ അതിന് മുന്നേ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. ആ വീട്ടിലേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്പി ഇട്ടത്. അപ്പോൾ KSEBക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഓരതിന് നടപടി എന്തെങ്കിലും എടുത്തോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടായിരിക്കും അത് രണ്ടാമതും. പിന്നെ ഇത് പകൽ സമയത്ത് വന്ന് വെച്ചതായിരിക്കില്ല. അങ്ങനെ ആകുമ്പോൾ ആരെങ്കിലും കാണുമല്ലോ. രാത്രിക്ക് ഇരുട്ടായിട്ട് വന്ന് വെച്ചതാണോ എന്ന് അതും അറിയില്ല. KSEBക്കാരെ വിളിച്ച് ഭർത്താവ് പറഞ്ഞിരുന്നു. അല്ല, ഇതിന് മുന്നേ അവിടെ ഉള്ള ഒരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. ഇതിനൊരു 2-3 ആഴ്ച മുന്നേ കമ്പി ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടുന്നുണ്ട്, ആൾക്കാർ അറിയാതെ അല്ല നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഒരു വീടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒന്നും അറിയാൻ കഴിയില്ല. അവര് നടപടി എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. നമുക്ക് ഞങ്ങൾ സ്ഥിരം കറണ്ട് പോകുമ്പോൾ ഞങ്ങൾ KSEBക്കാരോട് പറഞ്ഞു ഇങ്ങനെ കേബിളാക്കി തരണം ഞങ്ങൾക്ക്. എന്നാൽ അവിടെ വീടുകളൊന്നും അധികമല്ല, ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. ഫോറസ്റ്റിലൂടെ നമുക്കൊരു 100-400 മീറ്റർ ഉള്ളിൽ പോയിട്ട് വേണം വീട്ടിലേക്ക് ഇറങ്ങാൻ. ഒരു പാടത്തേക്കാണ് ഇറങ്ങുക, അവിടെയാണ് നമ്മളെ വീട്. അപ്പോൾ 2018 ഉരുൾപൊട്ടലിൽ നമുക്ക് ഷെഡിൽ അന്ന് ഞങ്ങൾ വീട് വെച്ചിട്ടില്ല, ഷെഡിലായിരുന്നു പാർത്തിരുന്നത്. അത് മൊത്തം പോയി. നേരെ ശേഷമാണ് പിന്നെ ആദ്യം വീട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തികയാതെ വന്നപ്പോൾ ഞങ്ങൾ പണി തുടങ്ങിയിട്ടില്ല. ഒരുപാട് സ്ഥലം ഏറ്റിയിട്ട് പോണ സാധനങ്ങളൊക്കെ. അപ്പോൾ അന്ന് പണി തുടങ്ങിയില്ല. പിന്നെ അത് ലൈഫ് പദ്ധതി വന്നതിന് ശേഷം ആ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വീട് വെച്ചത്. വീട് വെച്ച ആ കൊല്ലം തന്നെ ഉരുൾപൊട്ടലുണ്ടായി. അടുത്തൊരു മല പൊട്ടി. ഞങ്ങൾ മണിമൂളി സ്കൂളിൽ ക്യാമ്പിലായിരുന്നു ഒരാഴ്ചയോളം. അങ്ങനെയൊക്കെയാണ്. ഒരു ദുരിതം ഉള്ളൊരു സ്ഥലമാണ്. എന്താ വെച്ചാൽ മുൻഭാഗം തോട്, ബാക്കിൽ പുഴ, പിന്നെ മല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നേക്കാൾ കൂടുതൽ ഭീകരത ഉള്ളൊരു മലയാണ്. അപ്പം അതൊക്കെ നമുക്ക് വലിയൊരു പ്രശ്നമാണ് അവിടെ ജീവിക്കുന്നത്. ഒരു ഞാൻ പറയുന്ന ഈ ഇപ്പം പ്രതിയായിരിക്കുന്ന ഒരാളെ അറിയുമോ? ഇല്ല, നമുക്കറിയില്ല അയാളെ. വീട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ട്, അവർക്ക് അറിയുന്നുണ്ട്. പേര് പറഞ്ഞപ്പോൾ നമുക്കറിയുന്നില്ല. ഇത് ശരിക്കും ഈ വന്യമൃഗശല്യം തടയാനാണോ അതോ പന്നിയെ നായാട്ടായിട്ട് ചെയ്യുന്നതാണോ? വന്യമൃഗശല്യം തടയാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ എന്ത് വന്യമൃഗശല്യം തടയാൻ? അത് നാട്ടിലിറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അവർക്ക് സ്വകാര്യ വ്യക്തിക്ക് ഇവിടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാലും ഇപ്പോൾ ഇത് നിയമപരമല്ലല്ലോ. സോളാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കി, അത് ലൈൻമെൻ നേരിട്ട് കൊടുത്തേക്കല്ലേ. ത്തിൽ പരിക്കേറ്റ ഷാനുവിന്റെ അമ്മ രജനിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ബിജു പങ്കജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, രാവിലെ തന്നെ വൈദ്യുതി മന്ത്രിയുടെ അടുത്ത് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ നമ്മൾ ഓരോരുത്തരും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു KSEB എടുത്ത പല വിധത്തിലുള്ള പരാതികൾ ഈ വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിലൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, പക്ഷെ ഇപ്പോൾ ആ ഷാനുവിന്റെ അമ്മ, ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഷാനുവിന്റെ അമ്മയാണ് പറയുന്നത് 2 ആഴ്ച മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്തരം സംഭവങ്ങൾ മുൻപും കണ്ടിട്ടുണ്ട് എന്ന്. തീർച്ചയായും. കാരണം ഇവിടെ KSEBയുടെ ഒരു വലിയ വീഴ്ച അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം നമുക്ക് ഇന്നലെ രാത്രി ഒരു
11 മണിയോടെയാണ് ഈ ദുരന്ത വാർത്ത വരികയും ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത്. ഇതിനുശേഷം ഇവരുടെ ബന്ധുക്കളാരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും വലിയ 4 കുട്ടികളിൽ ഈ ഷാനുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് അനന്തു മരണപ്പെട്ടത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഈ ഷാനുവിൻ്റെ ഒരു അവസ്ഥ തപ്പി ഇവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചെന്നപ്പോഴാണ് അമ്മയെ കണ്ടത്. അപ്പോൾ അമ്മ നമ്മളോടാണ് ഈ കാര്യം പറഞ്ഞത്. ഇതിനകത്ത് ഭയങ്കര ദയനീയമാണ് ഇവരുടെ കാര്യം. എന്താ വെച്ചാൽ പ്രളയത്തിൻ്റെ ഇരകളായി വന്ന് വീട് പോലും പോയി അങ്ങനെ സർവൈവ് ചെയ്യാനായിട്ടൊരു ശ്രമം നടക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം വന്നത്. ഒന്ന്, ഇതിനകത്ത് വളരെ കൃത്യമായൊരു കാര്യം ഉറപ്പാണ്. KSEBയുടെ ഭാഗത്ത് ഗുരുതരമായൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവർ രേഖാമൂലം പരാതി കൊടുത്തില്ല. പക്ഷേ ഈ കെണി കണ്ടപ്പോൾ 2 ആഴ്ച മുമ്പ് KSEB ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു, ഇത് അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അവർ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. കാരണം ഈ അമ്മ പറയുന്ന അനുസരിച്ചിട്ട് ഈ വൈദ്യുതി കമ്പി ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ 4 കുട്ടികളും കൂടെ രാത്രി മീൻ പിടിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ മരണപ്പെട്ട അനന്തു വെള്ളത്തിൽ വീണ് ഷോക്കടിച്ച് കിടക്കുന്നതുണ്ടപ്പോൾ ബാക്കി 3 കുട്ടികളും കൂടെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ഈ ഇവർക്കും പരിക്കേൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത്തരം അനധികൃത കെണികൾ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു നായാട്ടിൻ്റെ സ്വഭാവമാണ് പറയുന്നത്. കാരണം വന്യമൃഗ കാടിൻ്റെ സമീപത്തായതുകൊണ്ട് എന്ത് വന്യമൃഗശല്യം എന്നാണ് അവർക്ക്. അപ്പം ഇതിനെ പിടിച്ച് നായാട്ട് ഈ ഭാഗങ്ങളിലെല്ലാം നായാടി ഇത്തരം കെണികൾ വെച്ച് കാട്ടുപന്നികളൊക്കെ പിടിച്ച് ഇറച്ചി വിൽപ്പന അങ്ങനെയൊക്കെയുള്ളൊരു സംഘങ്ങളുണ്ട്. അപ്പോൾ വനംവകുപ്പ് ഈ ഭാഗത്ത് ഒരു വീഴ്ച വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ഇത്തരം നായാട്ട് സംഘങ്ങളെ പിടികൂടാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നമ്മളെയൊക്കെ നിരവധി പേര് വിളിക്കുന്നുണ്ട്. ഇപ്പം അമലിലൊക്കെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെ ഈ പന്നിക്കണികൾ കാത്ത് പെട്ട് മരിക്കുന്നു, വനംവകുപ്പ് റിപ്പോർട്ട് കൊടുക്കില്ല, KSEB റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ കേസൊന്നും അല്ലാതായി പോയി, നഷ്ടപരിഹാരം പോലും കിട്ടുന്നില്ല. അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചെന്നുള്ള യഥാർത്ഥ ചിത്രമാണിപ്പോൾ ഈ പരിക്കേറ്റ് കിടക്കുന്ന ഷാനുവിൻ്റെ അമ്മ പറയുന്നത്. KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, ഇത്തരം കെണികൾ തടയാനായിട്ട് വനംവകുപ്പും അത്ര ഒരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളത്. എന്തായാലും അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്.